ഗൈസ്, അൻസാരി സുഹരി ഉസ്താദ് പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ കേട്ടോ. നമുക്ക് ആ ഒരു വീഡിയോ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. എന്നതിന് ശേഷം എന്താണ് എന്നുള്ളത് നോക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് എന്താ? പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് പരോപകാരമാണ്. ഇന്നത് ചെല്ലിയാൽ ഇന്നത്. കടം വീടാൻ എന്താ ചെയ്യേണ്ടത്? കടം വീടാൻ പണിക്ക് പോകണം. പണിക്ക് പോകാതെ കടം തീരത്തില്ല. പറഞ്ഞു തന്ന മുജാര വീട്ടിൽ പോയി രാവിലെ ഇരിക്കണം, ഞങ്ങൾ ചെല്ലിട്ട് കടം തീർന്നില്ല. അങ്ങനെ കടം തീരത്തില്ല. പണിയെടുക്കണം. പണിക്ക് പോകാതെ ഉസ്താദ് ആദി ഒറ്റ രാത്രി കൊണ്ട് കടം തീരും. ഇവൻ ഉറക്കം ഒടിച്ചിരിക്കുന്നല്ല, കടം തീരുവാ. രാവിലെ ഇവൻ കടം തീരുമെന്ന് പറഞ്ഞിരിക്കുമ്പോ ബാങ്കുകാർ കൊണ്ടുവന്ന് ജപ്തി നോട്ടീസ്. കടം തീരുമെന്ന് പറഞ്ഞ നടക്കുകയാണ്. എടാ, ഞാൻ പറഞ്ഞു, നിങ്ങൾ യൂട്യൂബൊക്കെ കണ്ടോ? സംഭവം ശരിയാണ്. നിങ്ങൾ ഈ കള്ളത്തരത്തിന്റെ പിന്നാലെ പോകരുത്. പ്രിയപ്പെട്ട ഉമ്മമാർ, അങ്ങനത്തെ വഞ്ചനകൾ നമ്മൾ വിട്ടുപോകരുത്. അപ്പോൾ ഗൈസ് കേട്ടോ, ഉസ്താദ് തന്നെ പറയുന്നുണ്ട്. എന്താ പറയുക, ഒരു വിഭാഗം ആളുകളുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്തു ചെയ്യും, അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കും. എന്നാലോ അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യേയില്ല. ഈ ദിക്റുകളും കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് അത് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിലും കാര്യത്തിലും ഉൾപ്പെടുത്തണം. നമ്മൾ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ താൻ പാതി ദൈവം പാതി എന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പം ദൈവത്തിൻ്റെ പാതിയായിട്ട് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാതിയായിട്ട് നമ്മൾ ചെയ്യാനുള്ള പണികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യണം. അതായത് ജോലിക്ക് പോകണം, കടം വീടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ജോലിക്ക് പോകണം. അല്ലാണ്ട് ഇതുപോലുള്ള ദിക്റുകൾ ചൊല്ലി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കടം വീടൂലല്ലോ. പടച്ചോൻ നമുക്ക് പൈസ കൊണ്ട് തരുമോ? ഇല്ല. നമ്മൾ പണിക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് പൈസ ഉണ്ടാവുള്ളൂ, നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പം ഉസ്താദ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള പൊള്ളത്തരങ്ങളായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഒരുപാട് നമ്മുടെ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. ഇന്നത് ചെല്ലുക, ഇന്നത് നടക്കും, ഒരു ദിവസം കൊണ്ട് ഇന്ന കാര്യം നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള വീഡിയോകളുടെ പുറകെ പോകരുത് എന്നാണ് ഈ ഒരു ഉസ്താദ് പറയുന്നത്. വളരെ നല്ലൊരു ഇൻഫർമേഷൻ തന്നെയാണ് കേട്ടോ ഇത്.